പാലക്കാട് രുചി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രസമാണ്. രസത്തിനുള്ള പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. 4 കൂട്ടാണ് ഇതിൽ കാണുന്നത്. ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, അര സ്പൂണ് മല്ലിപ്പൊടി, 1 കതിർപ്പ് കറുവേപ്പില, അര സ്പൂണ് ചെറിയ ജീരകം. പരിപ്പ് കൈക്ക് 1 പിടി, പുളി 1 നാരങ്ങ വലുപ്പത്തിൽ, മല്ലിത്തഴ ആവശ്യത്തിന്. ഇനി ഈ 4 കൂട്ടും നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാട് വേണ്ട, ഒരടി. അരയാൻ പാടില്ല. നമ്മൾ കല്ലിൽ ചതച്ചെടുക്കണ പോലുള്ള ആ ഒരു പരുവത്തിലെടുത്താൽ മതി. പിന്നെ പരിപ്പ് നമ്മൾ ചട്ടിയിൽ കുക്കറിൽ വേവിച്ച് മന്ത് കൊണ്ട് ഉടയ്ക്കാറുണ്ട്. മിക്സിയിൽ വേവിച്ചത് ഓട്ടിയെടുക്കുക. പിന്നെ പരിപ്പിൻ്റെ വെള്ളം ഇല്ലാണ്ട് നമുക്ക് വെറും വെള്ളത്തിലും രസം വയ്ക്കുക. കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും പരിപ്പിൻ്റെ വെള്ളത്തിലാകുമ്പോൾ. നമ്മൾ ആ 4 കൂട്ടും കൂടി ഒന്ന് അടിച്ചെടുത്തു. അത് പുളിവെള്ളത്തിലും പരിപ്പിൻ്റെ വെള്ളവും ഈ 2 വെള്ളത്തിലും അതിനെ നമ്മൾ മിക്സ് ചെയ്ത് കലക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അര സ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ, ഒരു 3/4 ലിറ്റർ അത്രയോ എടുത്തിട്ട് വയ്ക്കാൻ പോകുന്നുള്ളൂ രസം. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തിയാൽ മതി. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിള വരട്ടെ. തിള വന്നു. രസം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല എന്ന് പറയാം. ഇനിയിപ്പം നമ്മൾ മല്ലിത്തഴയും കറുവേപ്പിലയും ഇട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ രസത്തിൻ്റെ പണി. കറുവേപ്പില ഇട്ട് ലേശം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചാൽ രസം റെഡിയായി. ഞാൻ ചട്ടിൻ്റെ ചൂടിൽ അതൊന്ന് സെറ്റായിക്കോളും. രസം റെഡിയായി. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക.